പിന്നില്ലേ ഇത് നമ്മൾ കല്ലുമ്മക്ക വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കല്ലുമ്മക്കായൻ്റെ പുറന്തോട് നല്ലപോലെ വൃത്തിയാക്കി കഴുകണം. ഒരു കത്തി ഉപയോഗിച്ച് തന്നെ നല്ലപോലെ ഉരച്ച് കഴുകിയെങ്കിലേ അതിൻ്റെ മേലിലെ പൂഴിയൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം ഉള്ളിൽ നല്ലപോലെ കഴുകാനുണ്ട്. അതെന്ന് വെച്ചാൽ ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ നൂല് വലിച്ച് കളയണം, പിന്നെ അഴുക്ക് കളയണം, പിന്നെ ഈ ഒരു ചിപ്പി പോലത്തെ സാധനമൊക്കെ ഇല്ല, അതൊക്കെ കഴുകി വൃത്തിയാക്കൽ കുറച്ച് മെനക്കെട്ട പണി തന്നെയാണ്. അപ്പോൾ നല്ലപോലെ വൃത്തിയാക്കി എടുക്കുക കല്ലുമ്മക്കായ്. പിന്നെ അതിന് വേണ്ട മറ്റ് സാധനങ്ങളെന്ന് പറയുമ്പോൾ ഒരു മുറി തേങ്ങ, കറിവേപ്പില, കുഞ്ഞുള്ളി, ഒരു ഗ്രാമ്പു, പട്ടേൻ്റെ ഒരു പീസ്, പിന്നെ 2 ടൈപ്പ് ജീരകം. അപ്പോൾ എന്ത് ചെയ്യുക, അരി ഒരു 4 മണിക്കൂറേയും കുതിർത്ത് വെച്ച് കാണും. നമ്മൾ ചോറിന് ഉപയോഗിക്കുന്ന അരി തന്നെ. അപ്പോൾ ഈ ഐറ്റംസൊക്കെ എന്ത് ചെയ്യുക, അരിയിട്ടിട്ട് മിക്സി ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടാം, വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. അപ്പം എന്ത് ചെയ്യുക, അത് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ലോണം അധികം അരയണ്ട, കുറച്ച് അരിയോട് കൂടി അരച്ചെടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്താ കുറച്ച് അരിപ്പൊടി ഇട്ടൊന്ന് ടൈറ്റാക്കി എടുക്കുന്നത്. ഈ സമയത്ത് വേണം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ വേണ്ട അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം പിന്നെ അധികം ഷേപ്പൊന്നും നോക്കിയിട്ടില്ല ഞാൻ, എന്ന് വെച്ചാൽ കുഞ്ഞ് ഷെല്ലല്ലേ, അപ്പോൾ അതിൽ കൊള്ളുന്നതിൽ കൂടുതൽ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ട കോട്ടിങ്, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കറിവേപ്പില. അപ്പോൾ നമ്മളിത് ആവിയിൽ നിന്ന് എടുത്ത് വെച്ചാൽ ഇത് ശരിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് മുക്കുക, എന്നിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ടേക്ക് ഞാൻ അധികം സ്പൈസി ആയിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, കുറച്ച് ലെവലിൽ എരിവ് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഗരം മസാല കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എരിവ് വരുന്നുള്ളൂ. കാരണം വെച്ചാൽ അധികം എരിവ് ഇടാണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എരിവ് കുറച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോട്ടിങ് കുറച്ച് ഇങ്ങനെ അധികം വെള്ളമാക്കി ലൂസായി കൊടുത്തു കഴിഞ്ഞാൽ അധികം എരിവ് പിടിക്കത്തില്ല. അപ്പോൾ ഇതാ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഒരു 50 മിനിറ്റ്സെങ്കിലും കൊണ്ട് സെറ്റാവും. അത് ചെറിയൊരു ബ്രൗൺ കളർ മാത്രം മതി. അധികം ചുവപ്പ് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ടേസ്റ്റ് ആവും. ഓക്കെ, ബൈ.